ഹലോ 20th സെഞ്ച്വറി മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിൽ പോയട്രിയുടെ സെക്ഷനിലെ അവസാനത്തെ പോമാണ് പഠിക്കുന്നത്. ദ സ്നേക്സ് ഹാവ് ഹോളോസ്, റിട്ടൺ ബൈ വിവിധ വി. About the author. Vibitha V is an up-and-coming creative writer. She has not published any anthologies or poetry so far, but the few modernist poems that she has composed, like Kissing a Dead Man, A Breastfeeding Woman, available on the internet in online journals like WTP Live, White Clover Daily, etc., indicate the presence of budding talents. Currently, she is pursuing her PhD research at the Center for Development Studies in Thiruvananthapuram on spatiality of Dalit settlements in Kerala. The poet Vibitha V is born in 1991. She is an up-and-coming creative writer. ഒരു വളർന്നു വരുന്ന ഒരു റൈറ്ററാണ്. ഒരു പ്രത്യേകിച്ച് ആന്തോളജി ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ പല മോഡേണിസ്റ്റ് പോയംസും, പ്രത്യേകിച്ചും ഓൺലൈൻ ജേർണൽസിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പല മോഡേണിസ്റ്റ് പോയംസും, എക്സാമ്പിൾ പറയുന്നത് കിസ്സിങ് എ ഡെഡ് മാൻ, എ ബ്രസ്റ്റ് ഫീഡിങ് വുമൺ, ഇങ്ങനെ പറയുന്ന പല പോയം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഒരുപാട് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന മോഡേണിസ്റ്റ് പോയംസാണ്. നൗ ഷീ ഈസ് പേഴ്സ്യൂയിങ് ഹെർ PhD റിസർച്ച്. പോയം വായിക്കാം. ദ സ്നേക്സ് ഹാവ് ഹോളോസ് ബൈ വിവിധ വി. ദ സ്നേക്സ് ഹാവ് ഹോളോസ്, ദ ബേർഡ്സ് ഹാവ് സ്കൈസ്. There is the smell of roasted peas. The beaten rice is soaked in sugar. Punyalis hums a song as she rushes by after scooping out the coconut flesh in slices. The mousetrap leans against her and with a rusty smell cuts open a narrow killer road to her. 3 or 4 little mice squeak softly to hide under the Chinese frying pan. A white one tries to rip open a sack. Maybe he got the revelation that the Last Supper is disguised inside the sack in big slices. Death comes in 7.5 seconds. In the form of the signs of liberty they may soon experience. Punjali picks up a mousetrap by its ears and examines it from all angles. She hooks the coconut slices and drags them to the right side of the sack. Punjali sings, The snakes have hollows, the birds have skies. പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന കവിതയുടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വായിച്ചു കേട്ട ഈ ഒരു പോം. ദ സ്നേക്സ് ഹാവ് ഹോളോസ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് റാഷ് രവിശങ്കർ എൻ. റാഷ് എന്നറിയപ്പെടുന്ന രവിശങ്കറാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വളരെ ചെറിയ പോയമാണ്. വളരെ ചെറിയൊരു സ്ട്രക്ചറിൽ എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു പോയമാണ്. ഈ പോയത്തിലൊരു പ്രൊട്ടാഗണിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പൂഞ്ഞേലി. ഒരു സോഷ്യൽ പൊസിഷനെ കുറിച്ചൊന്നും ഇതിനകത്ത് ഡയറക്റ്റ് ഒരു ഇൻഡിക്കേഷനൊന്നുമില്ല. അവരുടെ പേരല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു സെറ്റിംഗ്, ഒരു ആക്ഷൻ മാത്രമേ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദ സെറ്റിംഗ് ഓഫ് എ മൗസ് ട്രാപ്പ്, ഒരു എലിക്കണി വയ്ക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. എന്നാൽ ആ ഒരു എലിക്കണി വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ഒരു ഡീപ്പർ സിഗ്നിഫിക്കൻസ് ഈ പോയത്തിന് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് വായിച്ചു നോക്കാം. ദ സ്നേക്സ് ഹാവ് ഹോളോസ്, ദ ബേർഡ്സ് ഹാവ് സ്കൈസ്. ഈ വരികൾ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വരികളാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല, ഇങ്ങനെ പറയുന്ന ആ വരികൾ വയലാർ രാമവർമ്മ എഴുതിയതാണ് 1962. അദ്ദേഹം അശ്വമേധം എന്ന പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു നാടകഗാനം, ഇതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈവൻ പാമ്പിന് പോലും അതിന് ഒളിക്കാനായിട്ട്, ജീവിക്കാനായിട്ട് ഒരു ചെറിയൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് ഫ്രീഡമുണ്ട്. പക്ഷികൾക്ക് പറക്കാനായിട്ട് ആകാശമുണ്ട്. എന്നാൽ മനുഷ്യപുത്രന് അത് ഒന്നുമില്ല. അവന് ഫ്രീഡമില്ല, അവന് ഫുഡില്ല, ദാരിദ്ര്യമാണ്, അവൻ്റെ പോരായ്മകളും അവൻ്റെ ഇല്ലായ്മകളാണ് ഈ ഒരു ലൈനിൽ കൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ ഒരു പോയത്തിന് ഈ ഒരു ലൈൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നോക്കാം. There is the smell of roasted peas. The beaten rice is soaked in sugar. പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ വളരെ പ്ലസൻ്റായ ഒരു സ്മെല്ലിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ആ ഒരു സ്മെല്ലും ആ ഒരു ഫീലിങ്ങും മാത്രമേ ഉള്ളൂ. ശരിക്കും അത് വളരെ കോൺക്രീറ്റ് ആയിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഒരു സ്മെൽ മാത്രമേ ഉള്ളൂ. റോസ്റ്റഡ് പീയുടെയും വറുത്ത കടലയുടെയും അതുപോലെ തന്നെ ബീറ്റൻ റൈസ്, അവൽ കുതിർത്തത്, ഷുഗറിൽ കുതിർത്ത അവലിൻ്റെയും ആ ഒരു മണം അത് ഫീൽ ചെയ്യുന്നു.
അത് ശരിക്കും അത് കഴിക്കാനായിട്ട് ഇല്ലാത്ത ഏതോ ഒരാളാണ് ഇതിനകത്ത് നമുക്ക് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ പറയുന്നുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആരോണ് ഇതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത് അവിടെ ഒരു സ്മെല്ല്, ആ റോസ്റ്റഡ് പീസിൻ്റെ സ്മെല്ലും ബീറ്റഡ് റൈസ് ഷുഗറിൽ സോക്ക് ചെയ്തതിൻ്റെ ഒരു മണവും ഒക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ പൂഞ്ഞലി ഹംസ് എ സോങ് ആസ് ഷി റഷസ് ബൈ ആഫ്റ്റർ സ്കൂപ്പിംഗ് ഔട്ട് എ കോക്കനട്ട് ഫ്ലഷ് ഇൻ സ്ലൈസസ്. അപ്പോൾ ഈ 2 ലൈൻസ് പാടിക്കൊണ്ട് അത് ഹം ചെയ്തുകൊണ്ടാണ് പൂഞ്ഞലി അങ്ങോട്ടേക്ക് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? കോക്കനട്ട് ഫ്ലഷ് എടുക്കാനായിട്ട്, ചെറിയ പീസ് ആക്കിയിട്ടുള്ള കോക്കനട്ട് ഫ്ലഷ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് റഷ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം പൂഞ്ഞലി ഈ ഒരു പാട്ട് മൂളുന്നുണ്ട്. നെക്സ്റ്റ്, ദ മൗസ് ട്രാപ്പ് ലീൻസ് അഗെയിൻസ്റ്റ് ഹെർ ആൻഡ് വിത്ത് എ റസ്റ്റി സ്മെൽ കട്ട്സ് ഓപ്പൺ എ നാരോ കില്ലർ റോഡ് ടു ഹെർ. അവളുടെ ഉദ്ദേശം എന്താണ്? ആ ഒരു എന്താണ് തേങ്ങാപ്പൂള്, ഒരു ചെറിയൊരു പീസ് തേങ്ങയുടെ കഷ്ണം, അതും അവളെടുത്തിട്ട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു മൗസ് ട്രാപ്പ് തുറന്ന് അതിനകത്ത് വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ആ ഒരു മൗസ് ട്രാപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റസ്റ്റി സ്മെൽ, ഒരു പഴയതാണ്, പുതിയതല്ല, തുരുമിച്ച് ആ ഒരു സ്മെൽ വരുന്ന ഒരു എന്താണ് ഒരു മൗസ് ട്രാപ്പാണ്. അപ്പോൾ അതിനകത്ത് എലികളെ പിടിക്കാനായിട്ട് ആ ഒരു തേങ്ങാപ്പൂള് വെച്ചെങ്കിലും അതിനെ പിടിച്ചെടുക്കാനായിട്ട് അവൾ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പൂഞ്ഞലി എന്ന് പറയുന്നത് അവിടെ ഹണ്ടറാണ്. അപ്പോൾ എലികളെ പിടിക്കാനായിട്ട്, അതിനെ കൊല്ലാനായിട്ട് നിൽക്കുന്ന ഒരു ഹണ്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് അവളായിരിക്കുന്ന സൊസൈറ്റിയിൽ ഷീ ഈസ് ദ ഹണ്ടഡ്, അവൾ വേട്ടയാടപ്പെടുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഒരേ സമയത്ത് പൂഞ്ഞലി ഹണ്ടറുമാണ്, ഹണ്ടഡാണ്. 3 or 4 little mice squeaked softly to hide under the Chinese frying pan. അപ്പോൾ 3-4 ചെറിയ എലികൾ അത് ഒരു ചൈനീസ് ഫ്രൈയിങ് പാനിൻ്റെ അടിയിലേക്ക്, അത് ചെറിയ ശബ്ദമുണ്ടായിക്കൊണ്ട് എന്താണ് ആ ഒരു എലികൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം അത് പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ശബ്ദമുണ്ടായിക്കൊണ്ട് അത് ഒളിച്ചിരിക്കാനായിട്ട് ഫ്രൈയിങ് പാനിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് എലികളെ പിടിക്കുക എന്നുള്ളതാണ് പൂഞ്ഞലിയുടെ ഉദ്ദേശം. അവിടെ പറഞ്ഞ ചൈനീസ് ഫ്രൈയിങ് പാൻ, അതിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് അത് യൂസ്ലെസ് ആണ്, അവിടെ ഉപയോഗമില്ലാത്ത, അതായത് അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. അതിപ്പോൾ എലികൾക്ക് ഒളിക്കാനുള്ളൊരു ഒരു വസ്തു മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടി താമസിക്കുന്ന ചുറ്റുപാടിൻ്റെ ഒരു ദാരിദ്ര്യാവസ്ഥ, അവളുടെ ഒരു പതറ്റീവ് കണ്ടീഷൻ, അതിനാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, എ വൈറ്റ് വൺ ട്രൈസ് ടു റിപ്പ് ഓപ്പൺ എ സാക്ക്. മേ ബി ഹി ഗോട്ട് ദ റെവല്യൂഷൻ ദാറ്റ് ദ ലാസ്റ്റ് സപ്പർ ഈസ് ഡിസ്ഗൈസ്ഡ് ഇൻസൈഡ് ദ സാക്ക് ഇൻ ബിഗ് സ്ലൈസസ്. അപ്പോഴാണ് ഒരു വൈറ്റ് വൺ, ഒരു വെള്ള നിറത്തിലൊരു എലി, അതെന്ത് ചെയ്യാണ്? ഒരു സാക്കിൻ്റെ സൈഡിലേക്ക് അതിനെ കയറി മാറ്റിയിട്ട് അതിനകത്തോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ അതിനൊരു റെവലേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും റെവലേഷൻ? ദ ലാസ്റ്റ് സപ്പർ ഈസ് ഡിസ്ഗൈസ്ഡ് ഇൻസൈഡ്. അതിനുള്ള അവസാന അത്താരം അത് തേങ്ങാപ്പൂളിൻ്റെ രൂപത്തിൽ സ്ലൈസസ് ആയിട്ട് അകത്ത് വച്ചിട്ടുണ്ടെന്നൊരു റെവലേഷൻ കിട്ടിയിട്ടായിരിക്കാം ആ എലി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു എലിയും അതും ആഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്, അതും വിശപ്പിലാണ്. അപ്പോൾ അത് അപകടത്തിലാണെന്ന് തോന്നുന്നു എങ്കിൽ പോലും, റെവലേഷൻ കിട്ടി എങ്കിൽ പോലും, അത് ആ ഒരു ആഹാരം കണ്ടപ്പോഴേക്കും അത് അങ്ങോട്ടേക്ക് ആ ചാക്കിനിടയിലോട്ട് അത് കയറിപ്പോവുകയാണ്. അപ്പോൾ ആ ചാക്കിനിടയിൽ പൂഞ്ഞലി ഒളിപ്പിച്ച് വെച്ചിരുന്ന എലിക്കണി, അതിനകത്ത് ആ എലി വീണ് കഴിഞ്ഞു. ഡെത്ത് കംസ് ഇൻ 7.5 seconds ഇൻ ദ ഫോം ഓഫ് ദ സൈൻസ് ഓഫ് ലിബർട്ടി ദേ മേ സൂൺ എക്സ്പീരിയൻസ്. അത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ കെണിയുടെ അകത്തകപ്പെട്ടു. ഇനി മരണമാണ്. ഏകദേശം 7.5 സെക്കൻഡ് ആയപ്പോഴേക്കും മരണം സംഭവിച്ചു. പിന്നെ അതിന് ലിബർട്ടിയാണ്. പൂഞ്ഞലി പിക്സ് അപ്പ് എ മൗസ് ട്രാപ്പ് ബൈ its ears ആൻഡ് എക്സാമിൻസ് ഇറ്റ് ഫ്രം ഓൾ ആംഗിൾസ്. പൂഞ്ഞലി എന്ത് ചെയ്യുന്നു? ആ എലി അതിനകത്ത് വീഴുന്നതും അത് ചാകുന്നതും നോക്കി ആ മൗസ് ട്രാപ്പിനെ കയ്യിലേക്ക് എടുത്ത് അതിൻ്റെ ഇയറിൽ പിടിച്ച്, അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് അതിനെ എടുത്ത് നോക്കുകയാണ്. എല്ലാ സൈഡും ഓരോ ആംഗിളും തിരിച്ചതിനെ നോക്കി സന്തോഷിക്കുന്നു. തനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിരിക്കുകയാണ്. ഷീ ഹൂക്സ് ദ കോക്കനട്ട് സ്ലൈസസ് ആൻഡ് ഡ്രാഗ്സ് ദം ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ സാക്ക്. അവൾ വീണ്ടും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും മൗസ് ട്രാപ്പിനകത്ത് തേങ്ങാപ്പൂൾ തിരികെ വെച്ച് അത് ഹൂക്ക് ചെയ്ത് വെച്ചിട്ട് ആ സാക്കിൻ്റെ വലത് സൈഡിലേക്ക്, ആ ചാക്ക് വെച്ചിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് അവൾ എന്ത് ചെയ്യുന്നു? അതിനെ വലിച്ചു വയ്ക്കുന്നുണ്ട്. വീണ്ടും എലികളുണ്ട്, ഇതിനെ ഓരോന്നേർന്നിട്ട് പിടിക്കണം. പൂഞ്ഞലി സിങ്സ് ദ സ്നേക്സ് ഹാവ് ഹോളോസ്, ദ ബേർഡ്സ് ഹാവ് സ്കൈസ്. അപ്പോൾ ഈ സമയത്തെല്ലാം അവൾ പാടുന്നുണ്ട്. അതായത് ഒരു എലി കിട്ടുന്ന സമയത്തും അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാട്ടെന്ന് പറയുന്നത് അവളുടെ ഒരു പ്രതീക്ഷയാണ്, അവളുടെ ഒരു വിശപ്പടക്കാനുള്ള ഒരു
വഴി അവളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. അതിലുള്ള സന്തുഷ്ടയാണ്. ആ ഒരു മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് എലിയെ പിടിക്കുന്നതിന് മുന്നിലായിട്ടും ഊഞ്ഞാലി ഹം ചെയ്യുന്നുണ്ട്, ആ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്ന അവളൊരു ഒരു പ്രതീക്ഷയാണ്, ആ ഒരു എലിയെ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ്. അതിന് ശേഷവും ആ മൗസ് ട്രാപ്പ് കയ്യിലെടുത്ത് വെച്ചിട്ട് അവൾ എല്ലാ ആംഗിളിൽ കൂടി നോക്കിയിട്ടും അവൾ ആ സമയത്ത് ഹം ചെയ്യുന്നുണ്ട്. അതൊരു റെപ്പറ്റീഷനാണ്. ഒരു എന്താണ് പറയുന്നത്, ആ ഒരു സൊസൈറ്റി നടക്കുന്ന ഒരു ഒപ്രഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ആ ഒരു ഒപ്രഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ മാത്രമല്ല ഒപ്രസ് ചെയ്യുന്നത്, മനുഷ്യൻ അനിമലിലോട്ടും ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ ഏരിയയിലും എല്ലാ ഫീൽഡിലും ഒരേ സമയത്ത് തന്നെ ആ ഒരു സൊസൈറ്റി പൂഞ്ഞയിലെ എങ്ങനെയാണ് ഒപ്രസ് ചെയ്യുന്നത്, അവളുടെ ദാരിദ്ര്യവും അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് തന്നെ എന്ത് ചെയ്യുന്നു, അവളും വേറൊരു ജീവിയിലോട്ട് അവളുടെ ഒരു സാഹചര്യം കൊണ്ട് അത് അടുത്തൊരു ഒരു കാറ്റഗറി, അടുത്തൊരു ജീവി വർഗത്തിലോട്ട് അവൾ എന്ത് ചെയ്യുന്നു, അത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. പോയത്തിനകത്ത് ഒരിടത്തും തന്നെ പൂഞ്ഞലിയുടെ വേറെ ഓപ്ഷനെ കുറിച്ച് പറയുന്നില്ല. അവൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് ഒറ്റയ്ക്കാണും അതുപോലെ ഒരു ഗ്ലൂമി സ്പേസിലാണെന്നുള്ളത് നമുക്ക് ആ പോയത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ അവളുടെ ഫെല്ലോ ബേസൊക്കെ അവളെ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവൾ കടന്നു പോകുന്ന പോവർട്ടിയിൽ നിന്ന് അവൾക്ക് സർവൈവ് ചെയ്യുവാനായിട്ടാണ് അവൾ ഈ ഒരു പ്രോസസ്സിലോട്ട് ഏർപ്പെടുന്നത്. അപ്പോൾ അത് ചെയ്തും അല്ലെങ്കിൽ ഇങ്ങനെ മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് എലികളെ കെണിയപ്പെടുത്തി അത് ഉപയോഗിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്രത്തോളം സൊസൈറ്റിയിൽ പോവർട്ടി ആഴ്ന്നിറങ്ങിയിരിക്കുകയാണെന്നുള്ളത്, ആ പെൺകുട്ടിയുടെ ദയനീയമായ അവസ്ഥ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ചെറിയ സമ്മറി വായിച്ചു നോക്കാം. എബൌട്ട് ദ പോം. ദ സ്നേക്സ് ഹാവ് ഹോളോസ്. പാമ്പുകൾക്ക് മാളമുണ്ട്. ട്രാൻസ്ലേറ്റഡ് ബൈ റാഷ് രവിശങ്കർ എൻ. ഈസ് എക്സ്ട്രീംലി മിനിമലിസ്റ്റ് പോം from the structural as well as thematic points of view. There is no mention of a proper setting, no indication about the social position of the protagonist except her name. The poem focuses on a single action of hers, the setting of a mousetrap. While this may seem to be a mundane activity of hardly any worth to be the subject of a poem, it gains a certain significance through the lines that frame it. ഈ ഒരു പോയത്തിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഒരു പേര് മാത്രമേ പറയുന്നുള്ളൂ, പൂഞ്ഞലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഒരേ ഒരു ആക്ടിവിറ്റി മാത്രമേ പറയുന്നുള്ളൂ, ഒരു മുണ്ടൈൻ ആക്ടിവിറ്റി. ഏതാണ്? ആ ഒരു മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് കെണി ഉപയോഗിച്ച് എലികളെ പിടിക്കുന്ന ആ ഒരു ഒരു ആക്ടിവിറ്റി മാത്രം. ആ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു പോയത്തിൻ്റെ മുഴുവൻ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ആദ്യത്തെ ഒരു വായനയിൽ ഇത്രയും ട്രിവിയലായിട്ടുള്ളൊരു നിസ്സാര കാര്യത്തെക്കുറിച്ചാണോ എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വളരെ വലുതാണ്. ദ പ്രൊട്ടാഗണിസ്റ്റ് സിംഗ്സ് എ ഫേമസ് മലയാളം സോങ് പാമ്പുകൾക്ക് മാളമുണ്ട്, സ്നേക്സ് ഹവ് ഹോളോസ്, കമ്പോസ്ഡ് ബൈ വയലാർ രാമവർമ്മ ഇൻ 1962 ഫോർ ദ പ്ലേ അശ്വമേധം റിട്ടൺ ബൈ തോപ്പിൽ ഫാസി ഓഫ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഫെയിം. അറ്റ് വൺ ലെവൽ ദ സോങ് ഈസ് എ ഫിലോസോഫിക്കൽ query about the meaning of life, and at another it is a stinging comment on the cruelty shown by the rich and the healthy towards the poor and the deceased. Poonjali's humming of this song as she sets the mouse trap suggests that, feeling utterly lonely and depressed, she yearns to know the meaning of life. Or equally, as a victim of poverty, she thinks her state is worse than those of animals and birds. ഈ പോയത്തിനകത്ത് ആ മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് എലിയെ പിടിക്കുന്ന സമയത്ത് പൂഞ്ഞലി ചെയ്യുന്നത് ഈ ഒരു പാട്ട് ഹം ചെയ്യുക എന്നുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൊസൈറ്റിയിലെ റിച്ചായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളവരും എത്രത്തോളം മോശമായിട്ടാണ് പൂവർ ആൻഡ് ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത്, അവരെ പരിഗണിക്കുന്നതുള്ളതാണ്. മാത്രമല്ല പൂഞ്ഞലിക്ക് നല്ല ബോധ്യമുണ്ട് എത്രത്തോളമാണ് അവളുടെ അവസ്ഥ, അവളുടെ കണ്ടീഷൻ എന്താണ്. അവളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ് വേഴ്സർ ദാൻ ദോസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. പക്ഷികളെക്കാളും മൃഗങ്ങളെക്കാളും വളരെ ദയനീയമായ പതറ്റിക്കായിട്ടൊരു കണ്ടീഷനിലാണ് പൂഞ്ഞലി ജീവിക്കുന്നത്. അവൾക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.